പല കുഞ്ഞു മാതാപിതാക്കളുണ്ടല്ലോ, ഒത്തിരി മക്കളെയൊക്കെ വളർത്തി കഴിയുമ്പോൾ പലപ്പോഴും അവരൊരു ഒത്തിരി സ്ലോലി ബ്രേക്ക് ചെയ്യണ എന്താന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? പലവർക്കും മക്കളെയൊക്കെ വളർത്തി കല്യാണമൊക്കെ കഴിപ്പിച്ചൊക്കെ കെട്ട് കഴിയുമ്പോൾ പലപ്പോഴും ഒരു മനസ്സിന് വിഷമമായിട്ട് മാറാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പാരന്റ്സിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു 4 കാര്യങ്ങൾ ആണ് ഞാൻ പറയാന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ ആ അച്ഛനും അമ്മയുടെയും സാക്രിഫൈസ് അത്രയും വലിയ സാക്രിഫൈസാ ചെയ്യേണ്ടി വന്നെ. കാര്യം എന്താ, അവരുടെ പല കാര്യങ്ങളും വിട്ട് കളഞ്ഞിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് മറക്കാതിരിക്കരുത്. കാര്യം അവരാ ചെയ്ത ഒരു എഫേർട്ടിനെ നിങ്ങൾ നോർമലൈസ് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം എന്താ അറിയാമോ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ആ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവരെ വളർത്തണമെങ്കിൽ എത്ര ദിവസം ഉറങ്ങാതിരിക്കണം, അവിടെ എത്ര സ്വപ്നങ്ങൾ അവർ വിട്ടുകളഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ അവര് ചെയ്ത സ്ട്രഗിളൊക്കെ നോർമൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് അത് അവർക്ക് തന്നെ തോന്നും, ഞാൻ ഇതൊക്കെ ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്നെ ആരും കാണില്ലോ എന്നുള്ളൊരു ഫീലാണ് തന്നെ. അത് പല മാതാപിതാക്കൾക്ക് ഇപ്പൊ ഭയങ്കര കൂടുതലോ. കാര്യം എന്താ, ഒരു പയ്യനെയൊക്കെ വളർത്തി അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വളർത്തി കൊണ്ടുവന്ന് 30 ലക്ഷം 40 ലക്ഷം ഒക്കെ കൊടുത്ത് പുറത്തുമൊക്കെ വിട്ട് പഠിപ്പിച്ച് പിന്നെ അവരുടെ കല്യാണമൊക്കെ നടത്തി വരുമ്പോൾ അവര് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പോവുക ചെയ്യുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് അച്ഛന്റെ അമ്മയുടെയും പണം തന്നെ ചൂഷണം ചെയ്യാതിരിക്കാനും നിങ്ങൾ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്താ, അവരോട് ഒരിക്കൽ പോലും എന്റെ അച്ഛ അമ്മേ നന്ദി എന്ന് പറയുന്ന മക്കള് വളരെ കുറവാണ്. ഇതൊക്കെ അവരുടെ ഡ്യൂട്ടി അല്ലേ? നിങ്ങൾ എന്താ, നിങ്ങള് ഞങ്ങളെ ഉണ്ടാക്കിയോണ്ടല്ലേ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇരിക്കണേ. അങ്ങനെയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പച്ചത്തെണ്ടിത്തരാണ്. അവരെ അപ്രിഷിയേറ്റ് ചെയ്യണം, അത് നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്, ഈ മാതാപിതാക്കൾക്ക് വളർത്തി അങ്ങോട്ട് എല്ലാം അങ്ങ് കൊടുത്തു കഴിയുമ്പോഴേ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ടൈമില്ല. പല പിള്ളേരും കഴിയും ഞങ്ങൾ ഭയങ്കര ബിസിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ വളർത്തണ്ടേ, നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു പോക്കോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളും ഒക്കെ പല പ്രാവശ്യം ഇങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസം അവര് നിങ്ങൾക്ക് വേണ്ടി 24/7 അവർ പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ ഇത്രയും വലുതായി വലിയ ഉദ്യോഗസ്ഥന്മാരായി കാശൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ അവന്മാരെ ഇഗ്നോർ ചെയ്യണത് തനിച്ചെറ്റത്തരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഉറപ്പായിട്ടും ആ മാതാപിതാക്കളുടെ കണ്ണിന്ന് നല്ല രീതിയിൽ വേദന വരും, വിഷമം വരും. അപ്പൊ ഇതാണ് മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ, കുറച്ച് ഡിഗ്രി ഒക്കെ എടുത്തങ്ങ് വലിയ സംഭവമൊക്കെ ആയി കഴിയുമ്പോഴേ അവരെ റെസ്പെക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും കാണുന്ന ഒരു കാര്യമാണ്. അവരുടെ ഒപ്പീനിയൻസ് എടുക്കൂല, അവരെ അങ്ങോട്ട് അവരുടെ ഫീലിങ്സിനെ ഇഗ്നോർ ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോ അവർക്ക് തന്നെ എന്ത് തോന്നും, ഞാൻ ഈ വീട്ടിലൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന പാരന്റ്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആ അപ്പനോടും അമ്മയോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. അവര് അത്രയും വിചാരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ലോകത്ത് ഇത്ര അടിപൊളിയായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഈ പാരന്റ്സിനൊക്കെ ലക്ഷറി ഗിഫ്റ്റ് ഒന്നും വേണ്ട, നിങ്ങൾ അവരെ വേണ്ടി ഇത്തിരി സമയം കൊടുക്കുക, റെസ്പെക്ട് ചെയ്യുക, അവർ ചെയ്യുന്ന എഫേർട്ടിനെ അപ്രിഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു സന്തോഷം. അല്ലെങ്കിൽ അവരുടെ കണ്ണില് എന്റെ